യേശുവിൽ സ്നേഹമുള്ളവരെ, കൃപാവച ധ്യാനത്തിലേക്ക് ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ നാം കുറച്ച് സമയം വചനത്താൽ പ്രാർത്ഥിക്കുകയും ശേഷം വചനം പങ്കുവെക്കുകയും ചെയ്യുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായി ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായി ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായി ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. ഞങ്ങളായിരിക്കുന്ന 4 ദിക്കുകളെയും ഈ നിമിഷം ഏശയ്യാ 43:5-6 വചനത്തിന്റെ യോഗ്യതയാല് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ ആയിരിക്കുന്ന ഓരോ സ്ഥലത്തെയും ഞങ്ങൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ്, മൊബൈല്, ടാബ് എന്നിവയെല്ലാം ഈ സമയം സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ ഓരോ അവസ്ഥകളും സമർപ്പിക്കുന്നു. ഈശോയെ, കോട്ടയ്ക്കുള്ള മക്കളെ അനുഗ്രഹിക്കുമെന്നുള്ള വാഗ്ദാനത്താല് സങ്കീർത്തനം 147:13 ഈ യോഗ്യതയിൽ നിന്നുകൊണ്ട് ഈശോയെ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വിശേഷമായ കോട്ടയിലായിരിക്കാൻ ഞങ്ങൾ ഈ 1 മണിക്കൂർ ആഗ്രഹിക്കുന്നു. ജോബ് 1:10 ഈശോയെ, അങ്ങ് സുരക്ഷിതത്വം നൽകണമേ. ഈ സമയത്തിന് അങ്ങയുടെ അഗ്നിയാല് സക്രിയ 2:5 സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാളയം അടിച്ച് കാവൽ നൽകാൻ അങ്ങ് ആയിരിക്കണമേ എന്ന് സക്രിയ 9:8 പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളെ പ്രത്യാശയിലേക്ക് പ്രത്യേകമായി വളർത്താനുള്ള സംരക്ഷണമായി 2 മക്കബായ 8:18 അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടുത്തെ പ്രകാശത്താൽ, പിതാവിന്റെ പ്രകാശത്താൽ 1 യോഹന്നാൻ 1:7 ഈശോയുടെ പ്രകാശത്താൽ യോഹന്നാൻ 8:12 പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്താല് ഏശയ്യാ 10:17 അമ്മ മാതാവിന്റെ പ്രകാശത്താൽ ബാറൂക്ക് 4:2 വെളിപാട് 12:1 എല്ലാ സ്വർഗീയ ദൂതന്മാരുടെ പ്രകാശത്താല് ഹെബ്രായർ 1:7 ഈശോയെ ഞങ്ങളെ വലയം ചെയ്യുന്നതെന്ന് പ്രാർത്ഥിക്കുന്നു. കൊളോസസ് 2:5 ഈ നിമിഷം ഈശോയെ സമർപ്പിക്കുന്നു. ഈശോയെ, എല്ലാ വിശുദ്ധരോടും ചേർന്ന് ഈശോയെ, ഞങ്ങളുടെ എല്ലാവരുടെയും പേരിന് കാരണമായ മധ്യസ്ഥരോട് ചേർന്ന് ഈശോയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. സെയിന്റ് സിപ്രിയാനോട് ചേർന്ന് സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. സെയിന്റ് ബെനഡിക്റ്റിനോട് ചേർന്ന് സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. സെയിന്റ് ജോൺ പോൾ സെക്കൻഡിനോട് ചേർന്ന് സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. സെയിന്റ് റോസിനോട് ചേർന്ന് സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. സെയിന്റ് ബർത്തലോമിയോട് ചേർന്ന് സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. മിക്കായേൽ മാലാഖയോട് ചേർന്ന് സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഗബ്രിയേൽ മാലാഖയോട് ചേർന്ന് സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. റാഫേൽ മാലാഖയോട് ചേർന്ന് സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. മത്തായി 18:11 ഞങ്ങളുടെ ഓരോരുത്തരെയും കാവൽ മാലാഖയോട് ചേർന്ന് സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. തിരു രക്തത്തിന്റെ സംരക്ഷണമായി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എഫേഷ്യൻസ് 1:7 25-26 വചനത്തിലൂടെയും ഹെബ്രായർ 9:14 ഹെബ്രായർ 12:24 ഹെബ്രായർ 13:20-21 1 പത്രോസ് 1:18 വെളിപാട് 12:11 അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമേ. സംരക്ഷണമായി പ്രാർത്ഥിക്കുന്നു. ഈശോയെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഏശയ്യാ 22:22 ജോബ് 12:14 വെളിപാട് 3:7 മത്തായി 16:19 യോഹന്നാൻ 20:23 മത്തായി 8:16 എഫേഷ്യൻസ് 6:17 സങ്കീർത്തനം 107:20 വചനങ്ങളിലും ലൂക്ക 10:19 മർക്കോസ് 16:17-18 വചനത്തിന്റെ അധികാരത്തിൽ, ആത്മീയ അധികാരത്തിൽ നിന്നുകൊണ്ടും ഈശോയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. സ്വർഗത്തിലും പാതാളത്തിലും ഭൂമിയിലും അധികാരമുള്ള അവിടുത്തെ നാമത്താല് ഫിലിപ്പിയർ 2:9-11 വചനത്തിലൂടെയും അപ്പസ്തലന്മാർ 4:12 റോമ 10:13 അപ്പസ്തലന്മാർ 2:21 ജോയൽ 2:32 ഈശോയെ, ഈ സമയം ഞങ്ങൾ സംരക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ, അവിടുത്തെ നാമത്താൽ ഈശോയെ ഞങ്ങൾക്ക് ഓരോരുത്തരും വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. 1 കൊരിന്ത്യർ 1:10 കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഈശോയെ ശുശ്രൂഷ പൗരോഹിത്യ അധികാരത്തിൽ നിന്നുകൊണ്ട് മർക്കോസ് 3:14-15 വചനത്തിൽ നിന്നുകൊണ്ടും ലൂക്ക 9:1-2 വചനത്തിൽ നിന്നുകൊണ്ടും 1 യോഹന്നാൻ 3:8 കൃപയിൽ നിന്നുകൊണ്ടും ഈശോയെ ഞങ്ങൾ ഓരോ
വീട്ടിലും ഈശോയെ ഞങ്ങളുടെ ബന്ധുക്കളിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലും ഈശോയെ പ്രവർത്തിക്കുന്ന എല്ലാ തരത്തിലുള്ള അനുസരണക്കേടിന്റെ അരൂപികള് എഫേഷ്യൻസ് 2:2, എഫേഷ്യൻസ് 5:6, ഏഷ്യ 30:1, നിയമാവർത്തനം 20:20, സാമുവേൽ 15:23 ജെറമിയ 11:8 യേശു നാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്ന ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു. എല്ലാ തരത്തിലും അഹങ്കാരത്തിന്റെ രൂപികള് ഏഷ്യാം 14:9-14 വരെയുള്ള വചനത്തിലൂടെ, പ്രഭാഷകൻ 10:10-18 വരെയുള്ള വചനത്തിലൂടെ, ജെറമിയ 9:23, ജെറമിയ 50:30-31, 1 കൊരിന്ത്യർ 8:1-2 വചനത്തിലൂടെ, ഒബേദ്യ 3, ലൂക്ക 1:53 യേശു നാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്ന ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു. എല്ലാതരം സെൽഫ് ഗ്ലോറി, സ്വന്തം മഹത്വത്തിന്റെ അരൂപികള്, അതിനായിട്ട് വേണ്ടി മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ആ പ്രവണത ഈശോയെ യോഹന്നാൻ 7:17-18 വചനത്തിലൂടെ യേശു നാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്ന ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ആത്മപ്രശംസയുടെ അരൂപികള് യാക്കോബ് 4:16 സുഭാഷിതം 30:32 യേശു നാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നു. സ്തുതിക്കുന്നു. കാലങ്ങളായിട്ട് വിട്ടുപോകാത്ത അരൂപികള്, സെഞ്ചുറീസ് ബൈൻഡിങ് സ്പിരിറ്റുകള് എഫേഷ്യൻസ് 3:5 ബാറൂക്ക് 4:35 1 പത്രോസ് 1:18 തലമുറകളിലൂടെ കടന്നു വന്നിട്ടുള്ള അരൂപികള്, സങ്കീർത്തനം 51:5 യേശു നാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്ന ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഞങ്ങളായിരിക്കുന്ന പ്രദേശത്തിന്റെ അരൂപികള്, ഇതിന്റെ സ്വാധീനങ്ങൾ ദാനിയേൽ 10:13 മിഖായേൽ മാലാഖയുടെ പ്രത്യേകമായി മധ്യസ്ഥ നിന്നുകൊണ്ട് യേശു നാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്ന ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഈശോയെ എല്ലാ തരത്തിലുള്ള അഹങ്കാരത്തിന്റെ അരൂപികള്, ഈശോ കൃപയുടെ വളർച്ച, ആത്മീയ വളർച്ച എല്ലാം തടസ്സപ്പെടുത്തുന്ന ഈ അരൂപികളെ ഈശോ ഈ സ്ലേവിംഗ് സ്പിരിറ്റിനെ ഉൽപ്പത്തി 4:5 എബ്രായർ 12-14-15 വചനത്തിലൂടെയും, അപ്പസ്തോലന്മാർ 8:23 എഫേഷ്യൻസ് 4:31 കൊളോസസ് 3:8 സങ്കീർത്തനം 109:3-5 വരെയുള്ള വചനത്തിലൂടെ, 1 യോഹന്നാൻ 3:12-15 വരെയുള്ള വചനത്തിലൂടെ യേശു നാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്ന ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു. ചിന്തകളെ വ്യതിചലിപ്പിക്കുന്ന അരൂപികള് അപ്പസ്തോലന്മാർ 13:10 2 കൊരിന്ത്യർ 11:3 യേശു നാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്ന ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു. വ്യത്യസ്തമായ സുവിശേഷത്തിന്റെ വ്യത്യസ്തമായ അരൂപികളുടെയും സ്വാധീനങ്ങളെ ഗലാത്യ 1:6 വചനത്തിലൂടെ, 2 കൊരിന്ത്യർ 11:4-5 വചനത്തിലൂടെ, 1 തിമോത്തി 6:3-4 വചനത്തിലൂടെ, ഗലാത്യ 2:6 യേശു നാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്ന ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു. എതിർ ക്രിസ്തുവിന്റെ അരൂപികളെ യേശു നാമത്തിൽ 1 യോഹന്നാൻ 4:3 1 യോഹന്നാൻ 2:18 1 യോഹന്നാൻ 2:22 2 യോഹന്നാൻ 7 2 തെസ്സലോനിക്ക 2:1-14 വരെ മത്തായി 24:24 യേശു നാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്ന ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു. വ്യാജ പ്രവചനത്തിന്റെയും ദർശനത്തിന്റെയും അരൂപികള് ജെറമിയ 14:14 എസെക്കിയേൽ 22:28 അപ്പസ്തോലന്മാർ 14:16 യേശു നാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്ന ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു. നിദ്രാലസ അരൂപികള് റോമ 11:8 ഏഷ്യ 29:10 ഏഷ്യ 56:10 യേശു നാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്ന ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു. ചിത്തബ്രഹ്മത്തിലേക്ക് നയിക്കുന്ന അരൂപികളെ ജെറമിയ 25:16 വിഭ്രാന്തിയുടെ അരൂപികളെ സങ്കീർത്തനം 60:3 പരിഭ്രാന്തിയുടെ അരൂപികളെ നിയമാവർത്തനം 28:20 എല്ലാ തരത്തിന്റെ ഭയങ്ങളുടെ അരൂപികള് ജോബ് 4:35 സ്തുതിക്കുന്നു. ജ്ഞാനം 17:1-21 വരെയുള്ള വചനത്തിലൂടെ യേശു നാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്ന ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു. എല്ലാവിധ മന്ത്രവാദത്തിന്റെ സ്വാധീനങ്ങളെ, അതിലൂടെ തകർക്കപ്പെടുന്ന എല്ലാ അവസ്ഥകളിന്മേലുള്ള അരൂപികളെ ഏഷ്യ 34:14 നിയമാവർത്തനം 18:1-4 വരെ വചനത്തിലൂടെ, നിയമാവർത്തനം 18:9-12 വരെ വചനത്തിലൂടെ
ലേവ്യർ 19:31 ലേവ്യർ 20 മുതൽ 8 മുതൽ വചനത്തിലൂടെ, എസെക്കിയേൽ 13:20 നിയമാവർത്തനം 13:1 മുതൽ 3 വരെ വചനത്തിലൂടെ, യേശയ്യാ 8:19 ലേവ്യർ 20:27 യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്ന ലൂക്ക 8:31 കൽപ്പിച്ചേക്കുന്നു. സ്തുതിക്കുന്നു. ആൽക്കഹോളിസ്റ്റിന്റെ സ്പിരിറ്റുകളെ യേശയ്യാ 28:7 യേശയ്യാ 5:11 യേശയ്യാ 5:12 യേശയ്യാ 5:22 ലൂക്ക 21:34 റോമ 13:13 എസെക്കിയേൽ 23:42 യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്ന ലൂക്ക 8:31 കൽപ്പിച്ചേക്കുന്നു. വ്യഭിചാര ദുർബോധത്തിന്റെ അരൂപികൾ, അതിന്റെ സ്വാധീനങ്ങള് ഹോസിയ 5:4 ഹോസിയ 4:12 1 യോഹന്നാൻ 2:15 സ്തുതിക്കുന്നു. എഫേഷ്യൻസ് 5:3 സംഭാഷണത്തിലൂടെ കടന്നു വരുന്ന ഈ അരൂപികള്, എസെക്കിയേൽ 20:7 മുതൽ 8 വചനത്തിലൂടെ, 2 പത്രോസ് 2:14 നാഹൂം 3:4 ആസക്തിയോടെ നോക്കുന്ന പ്രേരണകള്, മത്തായി 5:28 ഭാഷകൻ 9:8 ചിത്രങ്ങളിലൂടെ രീതികള്, എസെക്കിയേൽ 23:14 വചനത്തിലൂടെയും സ്തുതിക്കുന്നു. എല്ലാ അവിശ്വസ്തതയുടെ അരൂപികള്, എസെക്കിയേൽ 16 ലേവ്യർ 18 സ്തുതിക്കുന്നു. വിവാഹ ജീവിതത്തെ അശുദ്ധമാക്കുന്ന അരൂപികള്, ഹെബ്രായർ 13:4 എസെക്കിയേൽ 33:26 യേശുനാമത്തിൽ റോമ 1:24 സ്വാഭാവികമല്ലാത്ത എല്ലാ തരത്തിലുള്ള അശുദ്ധ ലൈംഗിക പ്രവണതകളും സ്തുതിക്കുന്നു. എസെക്കിയേൽ 23:49 2 സാമുവേൽ 13:15 എസെക്കിയേൽ 23:17 റോമ 13:13 വിഷയാസക്തികള് സ്തുതിക്കുന്നു. വശീകരണ പ്രവണതകള്, എസെക്കിയേൽ 23:35 എസെക്കിയേൽ 23:40 വെളിപാട് 2:20 സ്തുതിക്കുന്നു. കൂട്ടുകെട്ടുകളിലൂടെ കടന്നു വരുന്ന ഈ അരൂപികള്, ജ്ഞാനം 4:12 സങ്കീർത്തനം 50:18 1 കൊരിന്ത്യർ 15:33 യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്ന ലൂക്ക 8:31 കൽപ്പിച്ചേക്കുന്നു. ഇതിന്റെ എല്ലാ തരം പൂർവ്വ സ്വാധീനങ്ങളെ സങ്കീർത്തനം 118 10 മുതൽ 12 വരെയുള്ള വചനത്തിലൂടെ വിച്ഛേദിക്കുന്നു. ആത്മീയ വളർച്ച വീണ്ടും തടസ്സപ്പെടുത്തുന്ന ഇതിന്റെ ബാക്കിയായി കെടുക്കുന്ന എല്ലാ അംശങ്ങളെയും മത്തായി 15:13 വരെ ഉന്മൂലനം ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു. എല്ലാ തരത്തിലുള്ള ആശയക്കുഴപ്പത്തിന്റെ രീതികൾ സ്തുതിക്കുന്നു. യേശയ്യാ 19:14 അതിന് കാരണമാകുന്ന എല്ലാ തരത്തിലുള്ള ഫോൾസ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള വ്യാജമായ തത്വശാസ്ത്രങ്ങള് കൊളോസസ് 2:8 കൊളോസസ് 2:23 1 തിമോത്തി 6:20-23 1 തിമോത്തി 4:1-2 വചനത്തിലൂടെയും വെളിപാട് 2:24 യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നു. സ്തുതിക്കുന്നു. എല്ലാ തരത്തിലുള്ള വ്യർത്ഥ ഭാഷണത്തിന്റെ രൂപികള്, എഫേഷ്യൻസ് 5:4 പ്രഭാഷകൻ 19:6 2 തിമോത്തി 2:16 യാക്കോബ് 4:16 യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്നു. യോഹന്നാൻ 8:44 1 രാജാക്കന്മാർ 22-25 എല്ലാ തരത്തിലുള്ള നുണയുടെ അരൂപികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. എല്ലാ തരത്തിലുള്ള അന്ധകാരത്തിന്റെ ബുദ്ധിയില് കടന്നുകൂടുന്ന അന്ധകാരത്തിന്റെ അരൂപികള് 2 കൊരിന്ത്യർ 4:4 ജ്ഞാനം 2:21 റോമ 1:21 എഫേഷ്യൻസ് 4:17-18 വചനത്തിലൂടെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. സ്തുതിക്കുന്നു. ആത്മീയ വളർച്ച, കൃപയിലുള്ള വളർച്ച, സാമ്പത്തിക വളർച്ച, പഠനത്തിലുള്ള വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന എല്ലാ തരത്തിലുള്ള ഗൂഢാലോചനകളുടെ അരൂപികള് യേശയ്യാ 8:10 മുതൽ 12 വരെയുള്ള വചനത്തിലൂടെ, നാഹൂം 1:9 മുതൽ 12 വരെയുള്ള വചനത്തിലൂടെ യേശുനാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്ന ലൂക്ക 8:31 കൽപ്പിച്ചേക്കുന്നു. സ്തുതിക്കുന്നു. ഒളിഞ്ഞിരിക്കുന്ന, മറഞ്ഞിരിക്കുന്ന, വെളിപ്പെടാതെ ഈശോയെ കാലങ്ങളായിട്ട് ഈശോയെ എല്ലാ തരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന അരൂപികളെ ജോബ് 40:21 വചനത്തിലൂടെ യേശുനാമത്തിൽ
ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചേക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ദൈവസ്നേഹത്താൽ നിറയ്ക്കണമേ, ദൈവസ്നേഹത്താൽ നിറയ്ക്കണമേ. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജ്ഞാന ചൈതന്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. റോമ 12:11 ആത്മാവിൽ ജ്വലിക്കുന്ന ഒരു ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സക്രിയ 12:10 അനുഗ്രഹിക്കണമേ. കൊളോസ്സസ് 4:3 ഈശോയെ വചനത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ മേലുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഏശയ്യാ 66:2. ഏശയ്യാ 66:2. കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റേതു തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ലൂക്ക 16:31. ലൂക്ക 16:31. അബ്രഹാം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. എന്തുകൊണ്ട് ബോധ്യമാവുകയില്ല? എന്തായിരിക്കും ഈ വ്യക്തിയുടെയും ഇദ്ദേഹത്തിന്റെ സഹോദരന്മാരെയും ഈ ബോധ്യമില്ലാത്ത അവസ്ഥയിലേക്ക് നയിക്കാനാകുന്ന കാരണങ്ങൾ? എന്താണ് അവരുടെ ജീവാത്മാവിന്റെ അവസ്ഥ? അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു അരൂപിയെ മനസ്സിലാക്കണം. അതാണ് റോമ 11:8. റോമ 11:8. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ദൈവം അവർക്ക് നിദ്രാലസമായ ആത്മാവും കാഴ്ചയില്ലാത്ത കണ്ണുകളും കേൾവിയില്ലാത്ത ചെവികളുമാണ് ഇന്നേ വരെ നൽകിയത്. ഏശയ്യാ 29:10. ഏശയ്യാ 29:10. കർത്താവ് നിങ്ങളുടെ മേൽ നിദ്രാലസ്യത്തിന്റെ നിശ്വാസം അയച്ചു, പ്രവാചകന്മാരാകുന്ന നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുകയും ദീർഘദർശികളായ നിങ്ങളുടെ ശിരസുകൾ മൂടുകയും ചെയ്തു. ഏശയ്യാ 56:10. ഏശയ്യാ 56:10. എന്റെ ജനത്തിന്റെ കാവൽക്കാർ അന്ധരാണ്, അവർ ഒന്നും അറിയുന്നില്ല. അവർ മൂകരായ നായ്ക്കളാണ്, അവർക്ക് കുരയ്ക്കാനാവില്ല. അവർ കിടന്ന് സ്വപ്നം കാണുന്നു, നിദ്രാപ്രിയരാണവർ. എങ്ങനെയാണ് ഈ വ്യക്തിയും ഈ വ്യക്തിയുടെ സഹോദരന്മാരും ഇനി ഇത് വായിക്കുന്ന നമ്മളിലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ ഇടയാകുന്നത്? അതിന് 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണുള്ളത്. ഒന്ന് അനാഥത്വം, 2 ഉപേക്ഷയാലുള്ള അനുസരണക്കേട്. അനാഥത്തിൽ വരുന്നതാണ് ശൂന്യത. ഈ ശൂന്യതയിലാണ് ഏകാന്തതയുണ്ടാകുകയും അതിനെ തുടർന്ന് അത്തരം വ്യക്തികളുടെ ജീവാത്മാവ് അനാഥമായി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ജീവാത്മാവ് അനാഥമാകാൻ പാടുണ്ടോ? ഒരിക്കലുമില്ല. ബാല്യം മുതൽ
ജ്ഞാനം ലഭിക്കാനായിട്ട് ശ്രമിക്കണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. 2 തിമോത്തി 3:15. 2 തിമോത്തി 3:15. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. പ്രഭാഷകൻ 6:18. പ്രഭാഷകൻ 6:18. മകനെ, ചെറുപ്പം മുതലേ ജ്ഞാനോപദേശം തേടുക, വാർദ്ധക്യത്തിലും നീ ജ്ഞാനം സമ്പാദിച്ചുകൊണ്ടിരിക്കും. ഈ ജ്ഞാനം സമ്പാദനം ഇല്ലാതെയുള്ള ഒരു ജീവിത ശൈലിയിലാണ് അനാഥത്വം ആത്മാവിനെ ബാധിക്കുന്നത്. ജീവാത്മാവിനെ ഒരിക്കലും അനാഥത്തിലേക്ക് കടത്തിവിടരുത്. കാരണം അത് വളരെയേറെ നിദ്രാലസ അവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കും. കാരണം ഈശോയിൽ വരുന്ന നാം ഒരിക്കലും അനാഥരല്ല. അവിടുന്ന് നാം അനാഥരായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. യോഹന്നാൻ 14:18. യോഹന്നാൻ 14:18. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അവിടുന്ന് എപ്പോഴും നമ്മുടെ ആത്മാവിനോടുകൂടി സാന്നിധ്യമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. മത്തായി 28:20. മത്തായി 28:20. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. എന്നും നമ്മോട് കൂടി ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ഈശോ തന്നെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ആത്മാവിൽ അനാഥത്വമില്ലാതെ ജീവിച്ച് നമുക്ക് മാതൃക കാണിച്ചു തന്നതാണ്. യോഹന്നാൻ 8:16. യോഹന്നാൻ 8:16. ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എന്റെ വിധി സത്യമാണ്, കാരണം ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവും എന്നോട് കൂടെയുണ്ട്. യോഹന്നാൻ 16:32. യോഹന്നാൻ 16:32. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താങ്കളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല, കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. യോഹന്നാൻ 8:29. യോഹന്നാൻ 8:29. അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. നമ്മുടെ ജീവാത്മാവിനോട് ഈശോ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നീ എന്റേതാണ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഏശയ്യ 43:1-2. ഏശയ്യ 43:1-2 തിരുവചനങ്ങൾ. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. വചനം മാംസമായത്, നമ്മുടെ ഇടയിൽ വസിച്ചത് നമുക്ക് കൃപയും സത്യവുമാകാൻ വേണ്ടിയിട്ടാണ്. യോഹന്നാൻ 1:14. യോഹന്നാൻ 1:14. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം.
യോഹന്നാൻ 1:17. യോഹന്നാൻ 1:17. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. ഈ കൃപയാണെങ്കിലോ നമ്മുടെ ആത്മാവിനോട് കൂടിയാണ്. ഫിലിപ്പിയ 4:23. ഫിലിപ്പി 4:23. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. റോമ 16:20. റോമ 16:20. സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാഴ്ചയിലാക്കി തകർത്ത് കളയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഗലാത്യ 6:18. ഗലാത്യ 6:18. സഹോദരരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. 1 തെസ്സലോനിക്ക 5:28. 1 തെസ്സലോനിക്ക 5:28. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ. 2 തിമോത്തി 4:22. 2 തിമോത്തി 4:22. കർത്താവ് നിന്റെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കൃപ നിങ്ങളോട് കൂടെ. 2 കൊരിന്തോസ് 13:13. 2 കൊരിന്തോസ് 13:13. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. കൃപ നമ്മളിൽ ഉണ്ടെങ്കിൽ അനാഥത്വത്തിന്റെ ആത്മാവിന്റെ സ്വാധീനമോ അതിനെ തുടർന്ന് നിദ്രാലസ്യത്തിലേക്കോ നാം പോവുകയില്ല. ഈ രണ്ടാമത്തെ കാരണം ഉപേക്ഷയാലുള്ള അനുസരണക്കേടാണ്. ബാല്യം മുതല് അല്ലെങ്കിൽ ശേഷം ദൈവകൃപയാല് വചനത്തിലേക്ക് വരികയും വചനം മനസ്സിലാക്കുകയും ആത്മീയ സത്യങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തതിന് ശേഷം യാക്കോബ് 1:22-23 പോലെ ആത്മവഞ്ചകരാകുമ്പോഴുണ്ടാകുന്ന ഒരു അവസ്ഥയാണത്. യാക്കോബ് 1:22-23. യാക്കോബ് 1:22-23 തിരുവചനങ്ങൾ. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ. വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തന്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശ്യനാണ്. ഈ ഉപേക്ഷയാലുള്ള അനുസരണക്കേട് ദൈവകൃപ വ്യർത്ഥമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാരണമായി ഭവിക്കും. 2 കൊരിന്തോസ് 6:1. 2 കൊരിന്തോസ് 6:1. നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കരുതെന്ന് അവിടുത്തെ സഹപ്രവർത്തകരെന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഈ ഉപേക്ഷ തന്നെ ദൈവകൃപ നഷ്ടപ്പെടുത്താനും ഇടയാക്കും. ഹെബ്രായർ 12:15. ഹെബ്രായർ 12:15. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു. ഇങ്ങനെ കടന്നുപോയ ഒരു വ്യക്തിയാണ് ലൂക്ക 15 മൂത്ത പുത്രൻ. പിതാവിനോട് കൂടെയാണെന്നാണ് ലോകം മുഴുവൻ വിചാരിക്കുന്നത്. പക്ഷെ പിതാവായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് നമുക്ക് സംഭവിക്കാം. നമ്മുടെ വിശ്വാസം മറ്റുള്ളവർക്ക് ഒരു കാഴ്ച മാത്രമായി മാറാം. ഉപരിവിപ്ലവമായ ഫെയ്ത്ത് ഷോസ് ആയിട്ട് മാറാം. അത് വളരെയേറെ അപകടകരമായ ജീവാത്മാവിന്റെ നിദ്രാലസ്യതയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈശോ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. മത്തായി 15:8. മത്തായി 15:8.
ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. ഏശയ്യ 29:13. ഏശയ്യ 29:13. കർത്താവ് അരുളി ചെയ്തു, ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അധരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു. ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. എന്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മനപ്പാടമാക്കിയ മാനുഷിക നിയമമാണ്. വളർത്തിയ കർത്താവിനെ മറക്കുന്നതിനെ കുറിച്ച് ജെറമിയ വളരെയധികം വ്യക്തമാക്കി തരുന്നുണ്ട്. ജെറമിയ 12:2. ജെറമിയ 12:2. അങ്ങ് അവരെ നടുന്നു, അവർ പേര് പിടിച്ച് വളർന്നു ഫലം പുറപ്പെടുവിക്കുന്നു. അവരുടെ നാവിൽ എപ്പോഴും അവിടുന്നുണ്ട്, ഹൃദയത്തിലാവട്ടെ അങ്ങേക്ക് സ്ഥാനമില്ല. ഗിഫ്റ്റുകളെല്ലാം വളരെ ശക്തമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, മിറക്കിൾസ് നടക്കുന്നുണ്ടാവും, നല്ല വചനപ്രഘോഷകരുമായിരിക്കാം. പക്ഷേ ആരുടെ പേരിലാണ് ചെയ്യുന്നോ ആ വ്യക്തിയായിട്ട് യാതൊരു ബന്ധമില്ലാതെയും തുടരുന്നൊരവസ്ഥ. കാരണം ദൈവം തന്നതൊന്നും തിരിച്ചെടുക്കില്ലല്ലോ. റോമ 11:29. റോമ 11:29. എന്തെന്നാൽ ദൈവത്തിന്റെ ദാനങ്ങളും വിളിയും പിൻവലിക്കപ്പെടാവുന്നതല്ല. പക്ഷേ അവസാനം കണക്ക് കൊടുക്കേണ്ട സമയം വരുമ്പോൾ മത്തായി 7:22-24 വരെയുള്ള വചനങ്ങൾ. മത്തായി 7:22-24 വരെ തിരുവചനങ്ങൾ. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. ലൂക്ക 13:26-27. ലൂക്ക 13:26-27 തിരുവചനങ്ങൾ. അപ്പോൾ നിങ്ങൾ പറയും, നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവൻ പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. ലൂക്ക 16:15. ലൂക്ക 16:15. അവൻ അവരോട് പറഞ്ഞു, മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. 1 കൊറിന്തോസ് 13:1-3 വരെയുള്ള വചനങ്ങൾ. 1 കൊറിന്തോസ് 13:1-3 വരെ തിരുവചനങ്ങൾ. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകലം വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എന്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എന്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. ഇതിന്റെ തന്നെ കുറേയും കൂടി ആഴമായ ദർശനമാണ് വെളിപാടിന്റെ പുസ്തകത്തില് 3-ാം അധ്യായം 17-ാം വചനത്തിലുള്ളത്. വെളിപാട് 3:17. എന്തെന്നാൽ ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്നു നീ പറയുന്നു. എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. പലതും നിയമാനുസൃതമായിരിക്കാം, പക്ഷെ പണിതുയർത്തണമെന്ന് നിർബന്ധമില്ലല്ലോ. ജീവാത്മാവ് വളരണമെന്നില്ലല്ലോ. കാണുന്നവർക്കല്ലേ വിശുദ്ധൻ, ദൈവസന്നദ്ധിയിൽ വിശുദ്ധനാണോ?
ഒന്ന് കോരിന്തോസ് 10:23. 1 കോരിന്തോസ് 10:23. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരങ്ങളല്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല. 1 കോരിന്തോസ് 6:12. 1 കോരിന്തോസ് 6:12. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ അനുവദിക്കുകയില്ല. പക്ഷെ എന്തിനൊക്കെയോ അടിമയായി, പേരിനും പ്രശസ്തിക്കും തിരക്കേറിയ യാത്രകളും. പക്ഷെ വിളിച്ചവൻ എവിടെ? അവനോട് എന്ത് ബന്ധമുണ്ട്? കർത്താവിനെ മറന്നപ്പോൾ നിദ്രയിലേക്കല്ലെങ്കിൽ പിന്നെ എങ്ങോട്ടാ നമ്മുടെ ആത്മാവ് എത്തുക? അവൻ വിളിക്കുന്നത് വളരെയധികം ആന്തരിക ബന്ധത്തിനാണ്. 1 യോഹന്നാൻ 2:6. 1 യോഹന്നാൻ 2:6. അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. അതിനായി ആഴത്തിലേക്ക് വലയിടണം. ലൂക്ക 5:4. ലൂക്ക 5:4. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമിയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ഈ ആഴത്തിലേക്ക് പോകുന്നത് മൗനത്തിലാണ്. എല്ലാത്തിനും എല്ലാവരോടും ഉത്തരം പറയേണ്ടതില്ല. കൃപ വളരുന്നത് മൗനത്തിലാണ്. ഏശയ്യാ 53:7. യേശയ്യാ 53:7. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. ഫിലിപ്പിയ 3:10. ഫിലിപ്പി 3:10. അതവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവന്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവന്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതിനും വേണ്ടിയാണ്. ഫിലിപ്പിയ 1:29. ഫിലിപ്പി 1:29. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവനു വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പസ്തോല നടപടി 5:41. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5:41. അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അവമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുൻപിൽ നിന്ന് പുറത്തുപോയി. കൊളോസോസ് 1:11. കൊലോസോസ് 1:11. സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാബോധത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. കൊളോസോസ് 1:24. കൊലോസോസ് 1:24. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ഈ ക്ഷണത്തെ നാം കണ്ടില്ല എന്ന് നടിച്ചപ്പോൾ നമ്മുടെ ജീവാത്മാവ് നിദ്രയിലേക്കല്ല പോകുന്നത്. നാം ഭക്തിയും പ്രാർത്ഥനയും എല്ലാം പ്രത്യാശയും വെച്ചിരിക്കുന്നത് ഈ ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ ഈ ഉപേക്ഷയുടെ അനുസരണക്കേടിന്റെ ഏറ്റവും ടോപ്പ് റാങ്കിലായിരിക്കും. 1 കൊരിന്തോസ് 15:19. 1 കൊരിന്തോസ് 15:19. ഈ ജീവിതത്തിനു വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണ്. ഈ തരം അനുസരണക്കേട് ഒരു സുപ്രഭാതത്തിലോ
സംഭവിക്കുന്നതല്ല. വളർന്ന പാതയിൽ കൂടുതൽ സ്വാധീനങ്ങൾക്ക് വേണ്ടി അവിശ്വാസത്തിന്റെ പല മേഖലകളിലേക്കും കടന്നുപോയപ്പോൾ മറന്നുപോയത് വിളിച്ചവനെയാണ്. യോഹന്നാൻ 1:10-11. യോഹന്നാൻ 1:10-11 തിരുവചനങ്ങൾ. അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. ഏശയ്യാ 1:2-3. യേശയ്യാ 1:2-3 തിരുവചനങ്ങൾ. ആകാശങ്ങളെ ശ്രവിക്കുക, ഭൂതലമേ ശ്രദ്ധിക്കുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവർ എന്നോട് കലഹിച്ചു. കാള അതിന്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുത അതിന്റെ യജമാനന്റെ തൊഴുത്തും, എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, എന്റെ ജനം മനസ്സിലാക്കുന്നില്ല. ഈ അവിശ്വാസമാണ് നമ്മളെ മൂഢരാക്കുന്നതും ബധിരരാക്കുന്നതും. മർക്കോസ് 9:25. മർക്കോസ് 9:25. ജനങ്ങൾ ഓടിക്കൂടുന്നത് കണ്ട് യേശു അശുദ്ധാത്മാവിനെ ശകാരിച്ചു. മൂകനും ബധിരനുമായ ആത്മാവേ, നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, അവനിൽ നിന്ന് പുറത്തു പോവുക, ഇനി ഒരിക്കലും അവനിൽ പ്രവേശിക്കരുത്. ഈ അവിശ്വാസം കടന്നു വരുന്നത് ചില സത്യമെന്ന് തോന്നിക്കുന്ന തത്വശാസ്ത്രത്തിലൂടെയും പ്രബോധനങ്ങളിലൂടെയുമായിരിക്കും. കൊളോസസ് 2:8. കൊളോസോസ് 2:8. യേശു ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിലും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കൊളോസസ് 2:23. കൊളോസോസ് 2:23. തീവ്രമായ ഭക്തിയും ആത്മനിന്ദയും ആത്മപീഡനവും പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ വിജ്ഞാനത്തിന്റെ പ്രതീതി ഇവയിൽ അനുഭവപ്പെടും. എന്നാൽ ജഡാഭിലാഷങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഇവയ്ക്ക് യാതൊരു മൂല്യവുമില്ല. വചനമൊഴിച്ച് പലതും കേൾക്കാൻ ഓടി നടക്കും. അപ്പസ്തല നടപടി 17:21. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17:21. എല്ലാ അഥൻസുകാർക്കും അവിടെ താമസിച്ചിരുന്ന വിദേശികൾക്കും പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിനും കേൾക്കുന്നതിനുമല്ലാതെ മറ്റൊന്നിനും സമയമുണ്ടായിരുന്നില്ല. ഇങ്ങനെ സമയമില്ലാതെ വരുമ്പോൾ കർത്താവിനെ കേൾക്കാൻ താല്പര്യമില്ലാതെയാവും. താല്പര്യമില്ലാതെ ആയാൽ അനുസരണക്കേട് കൂടെ പോരും. ജെറമ്യ 6:10. ജെറമ്യ 6:10. എന്റെ താക്കീത് കേൾക്കാൻ ആരാണുള്ളത്? ചെവി അടഞ്ഞിരിക്കുന്നത് കൊണ്ട് അവർക്ക് കേൾക്കാൻ കഴിയുകയില്ല. കർത്താവിന്റെ വാക്ക് അവർക്ക് നിന്നാവശ്യമായിരിക്കുന്നു, അതിൽ അവർക്ക് തെല്ലും താല്പര്യമില്ല. ജോബ് 21:14. ജോബ് 21:14. അവർ ദൈവത്തോട് പറയുന്നു, ഞങ്ങളെ വിട്ടുപോവുക, അങ്ങയുടെ മാർഗങ്ങൾ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ പറയുന്ന ജീവാത്മാവിനെ അനാഥമാക്കുകയോ ഉപേക്ഷയാല് അനുസരണക്കേട് സംഭവിച്ചാലും കർത്താവിങ്കിലേക്ക് ഇനിയും തിരിച്ചു വരാം. വിശുദ്ധനായ ഹെസക്കിയോസ് പറയുന്നൊരു കാര്യമുണ്ട്. മുറിവ് ഏൽക്കാതെ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉറക്കത്തിൽ നിബന്ധിക്കാതിരിക്കുക. ജീവാത്മാവിന് ഉറക്കത്തിന് വിട്ടുകൊടുക്കാതിരിക്കുക.
അതിനായി നമുക്ക് ഏശയുടെ 52 അധ്യായത്തിലെ 1-2 വചനം വായിക്കാം. യേശയ്യ 52, 1-2 തിരുവചനങ്ങൾ. സിയോനെ, ഉണർന്നെഴുന്നേൽക്കുക, ശക്തി സംഭരിക്കുക. വിശുദ്ധ നഗരമായ ജെറുസലേമേ, നിന്റെ മനോഹരമായ വസ്ത്രങ്ങൾ അണിയുക. അപരിച്ഛേദനും അശുദ്ധനും മേലിൽ നിന്നിൽ പ്രവേശിക്കുകയില്ല. ബന്ധനസ്ഥനായ ജെറുസലേമേ, പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞെഴുന്നേൽക്കുക. ബന്ധനസ്ഥയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക. നമുക്ക് വീണ്ടും എഴുന്നേൽക്കാം, കർത്താവിൽ ജ്വലിക്കാം. റോമ 12:11. റോമ 12:11. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. ഇതിനായി നാം നേരത്തെ കേട്ട വചനത്തിന്റെ 3 ഭാഗങ്ങൾ ഒന്ന് ധ്യാനിക്കാം. നിന്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക. ഈ കഴുത്തിൽ എങ്ങനെയാണ് കെട്ടുകൾ വന്നത്? അത് അനുസരണക്കേടിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവം തന്നെ മനുഷ്യ മക്കളിലെ ഒരു ശിക്ഷണത്തിന്റെ ഭാഗമായി കൊടുത്തതാണ്. നിയമാവർത്തനം 28:48. നിയമാവർത്തനം 28:48. അതിനാൽ കർത്താവ് നിനക്കെതിരെ അയക്കുന്ന ശത്രുക്കൾക്ക് വേണ്ടി നീ വിശപ്പും ദാഹവും നഗ്നതയും പരമദാരിദ്ര്യവും സഹിച്ചുകൊണ്ട് വേല ചെയ്യും. നീ നശിക്കുന്നത് വരെ അവിടുന്ന് നിന്റെ കഴുത്തിൽ ഇരുമ്പു നുകം വയ്ക്കും. ഈ കർത്താവ് അതിൽ നിന്ന് വിമോചിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ആത്മാവിനോട് വളരെയേറെ താല്പര്യത്തോടുകൂടി നോക്കുന്ന കർത്താവാണ് നമുക്കുള്ളത്. യാക്കോബ് 4:5. യാക്കോബ് 4:5. നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അതിനായിട്ട് കർത്താവ് എന്താ ചെയ്യുന്നത്? ജെറമ്യ 30:8. ജെറമ്യ 30:8. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഞാൻ അവരുടെ കഴുത്തിലെ നുകം തകർക്കും, കെട്ടുകൾ പൊട്ടിക്കും, വിദേശികൾ അവരെ അടിമകളാക്കുകയില്ല. നാഹൂം 1:13. നാഹൂം 1:13. അവന്റെ നുകം നിന്നിൽ നിന്ന് ഞാൻ ഒടിച്ചു കളയുകയും നിന്റെ ബന്ധനങ്ങളെ ഞാൻ ഛേദിക്കുകയും ചെയ്യും. ഈശോ വന്നത് വലിയ ഓഫറായിട്ടാണ്. ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തിന്. മത്തായി 11:28 മുതൽ 30 വരെ. മത്തായി 11:28 മുതൽ 30 വരെ തിരുവചനങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എന്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുവട് ഭാരം കുറഞ്ഞതുമാണ്. അങ്ങനെയെങ്കിൽ ഈ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കാം. അതിനായിട്ട് എഴുന്നേൽക്കാം. ഏശയ്യ 51:9. ഏശയ്യ 51:9. കർത്താവിന്റെ ഭുജമേ, ഉണരുക, ഉണർന്ന് ശക്തി ധരിക്കുക. മുൻകാല തലമുറകളെ പൂർവകാലങ്ങളിലെ പോലെ ഉണരുവിൻ. റാഹാബിനെ വെട്ടുനുറുക്കിയതും മഹാസർപ്പത്തെ കുത്തിപ്പിളർന്നതും അങ്ങല്ലേ? അതെ, ഈ സ്വാധീനങ്ങളെ മുഴുവൻ പൊട്ടിക്കണം. ഏശയ്യ 27:1. ഏശയ്യ 27:1. അന്ന് കർത്താവ് തന്റെ വലുതും അതിശക്തവുമായ കഠിന ഖഡ്ഗം കൊണ്ട് ലെവിയാഥാനെ, പുളഞ്ഞു പായുന്ന ലെവിയാഥാനെ ശിക്ഷിക്കും. സമുദ്രവ്യാളത്തെ അവിടുന്ന് കൊന്നുകളയും. സങ്കീർത്തനം 74:13-14.
സങ്കീർത്തനങ്ങൾ 74, 13, 14 തിരുവചനങ്ങൾ. ശക്തിയാൽ അങ്ങ് കടലിനെ വിഭജിച്ചു, സമുദ്രത്തിലെ ഭീകരസത്വങ്ങളുടെ തല പിളർന്നു. ലെവിയാഥന്റെ തലകൾ അവിടുന്ന് തകർത്തു, അതിനെ മരുഭൂമിയിലെ ജന്തുക്കൾക്ക് ആഹാരമായി കൊടുത്തു. അങ്ങനെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിച്ചവർ ഇനി പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കണം. അതാണ് ഏഷ്യ 52:2 നാം വായിച്ചത്. നമുക്ക് ഏഷ്യ 51:17 വായിക്കാം. യെശയ്യാ 51:17. ക്രോധത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കരത്തിൽ നിന്ന് വാങ്ങി കുടിക്കുകയും പരിഭ്രാന്തിയുടെ പാനപാത്രം മട്ടുവരെ ഊറ്റി കുടിക്കുകയും ചെയ്ത ജെറുസലേമേ, ഉണരുക, ഉണർന്നെഴുന്നേൽക്കുക. ഈ എഴുന്നേൽക്കാനുള്ള സുബോധം ധൂർത്തപുത്രനുണ്ടായിരുന്നു. അവൻ ആലോചിച്ചു ആദ്യം എഴുന്നേൽക്കാൻ, പിന്നെ അവൻ എഴുന്നേറ്റു. ലൂക്ക 15:19, ലൂക്ക 15:20. ലൂക്ക 15, 19, 20 തിരുവചനങ്ങൾ. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിന്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അതെ, കെട്ടുകൾ പൊട്ടിക്കപ്പെട്ടും തട്ടിക്കുടഞ്ഞ് എഴുന്നേറ്റ് വരുന്നവരെയും മനോഹരമായ വസ്ത്രങ്ങൾ അണിയിക്കുന്ന സ്നേഹപിതാവാണ് നമുക്കുള്ളത്. നാം നിദ്രയിൽ പോകേണ്ടവരല്ല. ഏഷ്യ 61:10. യെശയ്യാ 61:10. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. എന്റെ ആത്മാവ് എന്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വരൻ പുഷ്പമാല്യം അണിയുന്നത് പോലെയും വധു ആഭരണഭൂഷിതയാകുന്നത് പോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു. എന്നും കൃപയിൽ വളരാൻ, അനാഥത്വമില്ലാതെ ഉപേക്ഷയുടെ അനുസരണക്കേടുണ്ടാകാതിരിക്കാൻ കൊളോസ്സസ് 3:12 ഉണ്ടാകണം. കൊലോസോസ് 3:12. അതിനാൽ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഈ ധരിച്ചവർക്ക് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ഉണ്ടാകണം. അതാണ് റോമ 13:12. റോമ 13:12. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. എന്താണ് പ്രകാശത്തിന്റെ ആയുധങ്ങൾ? എഫേഷ്യൻസ് 6:14 വരെ. എഫേസൂസ് 6:14 വരെ തിരുവചനങ്ങൾ. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പോളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയം എടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കുകയും ചെയ്യുവിൻ. 1 തെസ്സലോനിക്ക 5:8. 1 തെസ്സലോനിക്ക 5:8. പകലിന്റെ മക്കളായ നമുക്ക് വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും കവചവും രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തൊപ്പിയും ധരിച്ച് സുബോധമുള്ളവരായിരിക്കാം. ഇങ്ങനെ സുബോധമുള്ളവരായി ഉണർന്നിരിക്കുന്നവരിലാണ് ക്രിസ്തു പ്രകാശം ഉണ്ടാകുക. എഫേഷ്യൻസ് 5:14. എഫേസൂസ് 5:14. അതുകൊണ്ടാണ് ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നത്:
ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ക്രിസ്തു പ്രകാശിക്കുകയും ആത്മാവിൽ ജ്വലിക്കുന്നവരായി മാറുമ്പോഴാണ് നാം സുബോധത്തിലുള്ളവരാവുകയും ആ സുബോധത്തിലാണ് നമ്മുടെ ആ ജീവാത്മാവിന് അനാഥത്വമില്ലാതെയായിരിക്കുകയും അതുപോലെ തന്നെ ഉപേക്ഷയാലുള്ള അനുസരണക്കേടില്ലാത്ത ഒരു ജീവിത ശൈലി ഉണ്ടാകുക. അത് ഏറ്റവും അധികം ആഘോഷിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധനായ പൗലോസ്ലീഹ. അവിടുന്ന് എന്താണ് പറയുന്നത് അതിനെ കുറിച്ച്? 1 തെസ്സലോനിക്ക 5:10. 1 തെസ്സലോനിക്ക 5:10. ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. ഗലാത്യ 2:20. ഗലാത്യർ 2:20. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എന്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. റോമ 14:7-8. റോമ 14:7-8 തിരുവചനങ്ങൾ. നമ്മിൽ ആരും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല, തനിക്ക് വേണ്ടി മാത്രം മരിക്കുന്നുമില്ല. നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. ഫിലിപ്പിയ 1:21. ഫിലിപ്പി 1:21. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. പ്രൈസ് ദി ലോർഡ്.